മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. ശബരിനാഥിന്റെ ഓരോരോ ആഗ്രഹങ്ങൾ നിങ്ങൾ കേട്ടോ? BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന്റെ പത്രിക തള്ളണമെന്നാ പറയുന്നത്. നോമിനേഷൻ കൊടുത്തത് തള്ളണമെന്ന്. എന്ത് വലിയ ആഗ്രഹം എന്നാണ് ശബരിനാഥൻ പറയുന്നത് എന്ന് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. അതിനുശേഷം നട്ടലുണ്ടെങ്കിൽ രാജീവ് ചന്ദ്രശേഖരെ കോൺഗ്രസ് നേതാക്കന്മാരെ സകലരെയും വെല്ലുവിളിച്ചിട്ടുണ്ട്. നട്ടലുണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് രംഗത്തിറങ്ങിക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അതും കൊടുക്കാം. അതിനു മുമ്പ് ശബരിനാഥൻ എന്താണ് വിളിച്ചു പറയുന്നത് എന്നൊന്ന് കേട്ടു നോക്കൂ. അദ്ദേഹത്തിന്റെ സ്വന്തമായിട്ട് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ തന്റെ സ്വവസതിയായിട്ടുള്ള കോറമംഗല 3rd ബ്ലോക്കിലുള്ള 408 നമ്പർ വീട്, ഏകദേശം 200 കോടി രൂപയുടെ മാർക്കറ്റ് വാല്യൂ ഉള്ള വീട്, ഇത്തവണത്തെ നോമിനേഷനിൽ അത് നൽകിയിട്ടില്ല. പക്ഷെ ഇതേ വീടിന് 3 ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം കരമടച്ചിട്ടുണ്ട്. അപ്പോൾ സിമ്പിൾ ചോദ്യമാണ്, എന്തുകൊണ്ട് ഈ വീടിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾ കൊടുക്കുന്നില്ല? അത് കൃത്യമായ രേഖകൾക്കടക്കം ബാംഗ്ലൂർ കോർപ്പറേഷൻ മുനിസിപ്പൽ അതോറിറ്റിയുടെ ലാൻഡ് ടാക്സ് ഡീറ്റെയിൽസ് അടക്കം, റവന്യൂ ഡീറ്റെയിൽസ് അടക്കം, അതോടൊപ്പം ഇതുപോലെ അദ്ദേഹം ഡിക്ലെയർ ചെയ്യാത്ത പ്ലോട്ട് നമ്പർ 409, 417 അടക്കമുള്ള എല്ലാം ഇപ്പോൾ ഓൺലൈനിൽ കിട്ടുമല്ലോ, ഓൺലൈൻ ഡോക്യുമെന്റ്സ് അടക്കം ബാക്കി എല്ലാ ഡോക്യുമെന്റ്സ് നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ BJPയുടെ വക്കീൽ പറയുന്ന അപ്പൊ ഇതെല്ലാം ക്ലിയർ ആയിട്ട് വിൽഫുൾ സപ്രഷനാണ്, വിച്ച് വിൽ ലീഡ് ടു ഡിസ്ക്വാളിഫിക്കേഷൻ. നോമിനേഷൻ റിജക്ട് ചെയ്യേണ്ട ക്ലിയർ ആയിട്ടുള്ള ഗ്രൗണ്ട്സ് ആണ്. നിങ്ങൾ കേട്ടില്ലേ? അല്ല ശബരിനാഥ, അലേശൊക്കെ ഉളുപ്പ് വേണ്ടേ? ഈ ഞഞ്ഞ വിഞ്ഞ അവിടെ ഇല്ല ഇവിടെ ഇല്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ രംഗത്ത് വരാൻ ലേശൊക്കെ ഒരു ഉളുപ്പ്. ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്നിട്ട് വോട്ട് വാങ്ങി അന്തസ്സിൽ വിജയിക്കാൻ നോക്കൂ. ഇതൊരുമാതിരി കുട്ടിക്കളി പോലെ, അങ്ങനെ ഈ പിച്ചി മാന്തി എന്നൊക്കെ പറയുന്നത് പോലെ അവിടെ അതുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിൽ ആരെ നോക്കി നിൽക്കുക? പരാതികളും കേസൊക്കെ ആയിട്ട് രംഗത്ത് വന്നോളൂ. അതല്ലേ രാജീവ് ചന്ദ്രശേഖർ കൃത്യമായിട്ട് പറയുന്നത്. രാജീവ് ചന്ദ്രശേഖർ കൊടുത്ത മറുപടി ഉണ്ട്, നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കൂ. 1.5 മറുപടിയാ. കോൺഗ്രസ് എന്താണ് ചെയ്യുന്നത്? കോൺഗ്രസ് ആദ്യം ഒരു വിവാദം തുടങ്ങുന്നു, CPM-ഉം BJP-യും ഒരുമിച്ചാണെന്ന് പറയുന്നു. അത് നടക്കുന്നില്ല എന്ന് കാണുമ്പോൾ എന്നെ അറ്റാക്ക് ചെയ്യുന്നു. നോക്ക്, കുറച്ച് നട്ടലുണ്ടെങ്കിൽ കേസ് ഫയൽ ചെയ്യുക. ഇത് 2024 ലോക്സഭ ഇലക്ഷൻ ഇങ്ങനെയാണ് ചെയ്തതാണ്. നോണ പറഞ്ഞ് ഒരു മോശമായ ഒരു പെരുമാറ്റമുള്ള ഒരു ഏറ്റവും വലിയ പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. ഇതിൽ ആർക്കും സംശയം ഉണ്ടാകാൻ പാടില്ല. ഞാൻ അവരോട് പറഞ്ഞു, ഇനിയും കൊണ്ടുവന്നു. പക്ഷേ ജനങ്ങളുടെ ആവശ്യം ഈ ഇലക്ഷനിൽ വിവാദങ്ങളല്ല, നുണകളല്ല, വികസനത്തിൻ്റെ കാഴ്ചപ്പാടുണ്ടാവണം, അതിനു വേണ്ട ഒരു കരുത്തുണ്ടാവണം, അതിനുവേണ്ടി ധൈര്യം ഉണ്ടാവണം. പക്ഷെ അതൊന്നും കാണിക്കില്ല കോൺഗ്രസ്. 2024 തന്നെ ഇത് ഡിസ്ക്ലോസ് ചെയ്യുന്നതാണോ? നോക്കൂ, ഇതെല്ലാം ഇതിനെക്കുറിച്ച്, എൻ്റെ വീടിനെ കുറിച്ച്, ഇൻകം ടാക്സിനെ കുറിച്ച്, അതിന് മുമ്പ് 2010 അവർ എന്നെ റെയ്ഡ് ചെയ്തു, എത്രയോ ദ്രോഹിച്ചു എന്നെ കോൺഗ്രസ് പാർട്ടി. ഞാൻ അവിടെ രാജ്യസഭ മത്സരിക്കുമ്പോൾ ഈ കോൺഗ്രസ് പാർട്ടീൻ്റെ ഒരു രീതിയായിരുന്നു, ഇയാൾ മലയാളിയാണ്, പുറത്തത്തെ ആളാണെന്ന്. ഇതാരാ പറഞ്ഞത്? ഇറ്റാലിയൻ സ്ത്രീനെ പാർട്ടി പ്രസിഡന്റ് ആക്കിയ കോൺഗ്രസ് പാർട്ടി ഞാനൊരു ഔട്ട്സൈഡറാണെന്ന് അവിടെ പ്രചരണം നടത്തി. അതുപോലെ തന്നെ ഓരോന്നിങ്ങനെ പറയാ, ജനങ്ങളെ ശ്രദ്ധ തിരിക്കുക, ഇതാണ് ഇവരുടെ തന്ത്രം. പക്ഷേ ഞാൻ ഏറെ ബഹുമാനത്തോട് പറയാണ്, ഈ ഇലക്ഷനിൽ എന്ത് തന്ത്രം ചെയ്താലും ജനങ്ങളുടെ ആവശ്യം വികസനമാണ്. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പഠിക്കണം. കോൺഗ്രസ് പഠിച്ചില്ലെങ്കിൽ ഞങ്ങൾ പഠിപ്പിക്കും, ഞങ്ങൾ പഠിപ്പിച്ചില്ലെങ്കിൽ ജനങ്ങൾ പഠിപ്പിക്കും. നിങ്ങൾ കേട്ടില്ല? എത്ര സുന്ദരമായിട്ടാണ് രാജീവ് ചന്ദ്രശേഖർ മറുപടി കൊടുത്തിട്ടുള്ളത്. നട്ടലുണ്ടെങ്കിൽ കേസ് കൊടുത്ത് തെളിയിക്കണ എന്ന ശബരിനാഥിനോട് ഈ പറഞ്ഞിട്ടുള്ളത്. ശബരിനാഥിനോട് മാത്രല്ല, ശബരിനാഥിനേക്കാൾ കോൺഗ്രസിൽ ആരൊക്കെ നേതാക്കന്മാരായിട്ടുണ്ടോ അവരെയൊക്കെ തന്നെയാ ഈ വെല്ലുവിളിച്ചിരിക്കുന്നത്. അദ്ദേഹം എടുത്ത് പറയുന്നുണ്ട്, കൃത്യമായിട്ട് പല തവണയായിട്ട് മാധ്യമങ്ങളോട് പറഞ്ഞതാ, തന്റെ 20 വർഷത്തെ രാഷ്ട്രീയ ജീവിതത്തില് ഒരു ബ്ലാക്ക് മാർക്ക് പോലും ഇല്ല എന്നുള്ളത് അദ്ദേഹം കൃത്യമായിട്ട് എടുത്ത് മുന്നോട്ട് വെക്കുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെയൊക്കെ കേരളത്തിലെ ഏതെങ്കിലും കോൺഗ്രസ് നേതാവിന് വിളിച്ചു പറയാൻ സാധിക്കോ? ഇതൊക്കെയാണ് ബോധമുള്ള സകല മലയാളികളും തിരിച്ചറിയേണ്ടത്. നിങ്ങൾ കേട്ടില്ലേ? കർണാടകയിൽ നിന്ന് രാജീവ് ചന്ദ്രശേഖരോട് കോൺഗ്രസ്സുകാര് മലയാളിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹത്തെ വേട്ടയാടിയിരുന്നു. ആരാ പറയുന്നത്? ഇറ്റലിക്കാരിയായിട്ടുള്ള സോണിയാഗാന്ധിയിലെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവ്
ഈ പറയുന്ന മലയാളിയാണോ എന്നൊക്കെ പറഞ്ഞ് കർണാടകയിൽ വേട്ടയാടിയ കോൺഗ്രസിന്റെ നേതൃത്വം ആരുടെ കീഴിലെ വർക്ക് ചെയ്യുന്നത്? ഇറ്റലിക്കാരിയായിട്ടുള്ള സോണിയാഗാന്ധി പറയുന്നത് പോലെ. ഇത് കർണാടകയിൽ മാത്രമൊന്നല്ല, നമുക്കറിയാം രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലെത്തിയ സമയത്ത് മലയാളം അറിയില്ല രാജീവ് ചന്ദ്രശേഖറിന് എന്ന നിരന്തരം ഇവിടെയുള്ള സകല കോൺഗ്രസ്സുകാരും വിളിച്ചു പറഞ്ഞിരുന്നത്. ഇവരെ പോലെ മരമൊണ്ണകള് വേറെ ഉണ്ടോ? ഇതേ കോൺഗ്രസ്സുകാർ തന്നെയല്ലേ രാഹുൽ ഗാന്ധി, മലയാളം മിണ്ടാൻ അറിയാത്ത രാഹുൽ ഗാന്ധിയെ വിജയിപ്പിച്ചത്, അതും കഴിഞ്ഞ് പ്രിയങ്ക ഗാന്ധിയെ വിജയിപ്പിച്ചത്. ഏറ്റവും വലിയ രസം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി MP ആയ സമയത്ത് ആകെ വിരലിൽ എണ്ണാവുന്ന തവണയാണ് ഈ പറയുന്ന വയനാട്ടിലേക്ക് വന്നത്. എന്നിട്ടും രാഹുൽ ഗാന്ധിയെ പെങ്ങൾ അവിടെ മത്സരിപ്പിച്ച്, എന്നിട്ടും വലിയ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ്സുകാർ അവിടെ വിജയിപ്പിച്ചു. ഏത്? മലയാളം പോലും അറിയാതെ. എന്നിട്ട് ഇവരാണ് രാജീവ് ചന്ദ്രശേഖർ ഈ പറഞ്ഞതൊക്കെ മലയാളല്ലേ? രാജീവ് ചന്ദ്രശേഖറിന് മലയാളവും അറിയാം, മുണ്ടൊടുക്കാനും അറിയാം, വേണമെങ്കിൽ ആ ആളുകളെ വെല്ലുവിളിക്കാനും പച്ച മലയാളത്തിൽ അറിയാമെന്നുള്ളത് സകല കോൺഗ്രസ്സുകാരും അങ്ങ് തിരിച്ചറിഞ്ഞില്ലേ? പിന്നെ ശബരിനാഥ് ചാടി വീണ് പിഞ്ഞ ഈ വിളിച്ചു പറയലൊക്കെ ഉണ്ടല്ലോ, മറ്റൊന്നല്ല, നിയമത്ത് 8 നിലയിൽ പൊട്ടും എന്നുള്ളത് ശബരിനാഥ് തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ശബരിനാഥ് ഒക്കെ വരുന്ന റിസൾട്ട് വരുമ്പോ 8 നിലയിൽ പൊട്ടിയിട്ടുണ്ടാവും. അതിലൊരു തർക്കം ആർക്കും വേണ്ട. അത് തിരിച്ചറിഞ്ഞിട്ടാണ് ഇത് എന്തോ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർക്ക് ഒരു ഏർപ്പാടില്ലേ, ഇലക്ഷൻ കമ്മീഷനെതിരെയൊക്കെ കേസ് കൊടുക്കും, പരാതി ഉയർത്തും, പക്ഷെ കേസ് കൊടുത്ത് കോടതിയിൽ പോല. എന്നിട്ട് അവരങ്ങനെ ചെയ്തു ഇവരിങ്ങനെ ചെയ്തോ. കാരണം എന്താ? കോടതിയിലേക്ക് പോലെ, കോടതിയിൽ പോയാലൊക്കെ പൊളിഞ്ഞു പോലെ. ഈ ശബരിനാഥിനോട് പറയാനുള്ളത്, രാജീവ് ചന്ദ്രശേഖറിന്റെ വെല്ലുവിളി ഒന്ന് ഏറ്റെടുക്കുക. എന്നിട്ട് ആ നട്ടല്ലുണ്ടെങ്കിൽ, വേറെ വല്ലതും അല്ല വെച്ചത് എങ്കിൽ, ആ നട്ടല് തന്നെയാണ് വെച്ചത് എങ്കിൽ കേസുമായിട്ട് കോടതിയിൽ പോവാ. എന്നിട്ട് മലയാളികൾക്ക് മുന്നിലേക്ക് വരൂ വിധിയൊക്കെ ആയിട്ടോ. രാജീവ് ചന്ദ്രശേഖർ അങ്ങനെ, രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒന്നും നേരെ ഒരു കളങ്കവുമില്ല, ഒരു ബ്ലാക്ക് മാർക്കില്ല എന്നുള്ളതൊക്കെ മലയാളികൾ കൃത്യമായിട്ട് മനസ്സിലാക്കി. കോൺഗ്രസ് ഒക്കെ കട്ടുമുടിച്ച് ആ ഒരു ശൈലി തന്നെയായിരിക്കും എല്ലാ ആളുകളും എന്ന് കരുതിയിട്ടാണോ ഈ ശബരിനാഥൊക്കെ ഇതുപോലെ തോന്നിയത് വിളിച്ചു പറയുന്നത്? ശബരിനാഥിനോടൊക്കെ ഒരു വളരെ ലളിതമായിട്ട് സകല ബോധമുള്ള മലയാളികൾക്കും പറയാനുള്ളത്, ഈ ചെറിയ കുട്ടികളെ പോലെ ഈ പിച്ചിയും നുള്ളി ഈ കേസൊന്നും അല്ലാതെ മാന്യമായിട്ട് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിയിട്ട് വോട്ട് വാങ്ങിയിട്ട് ജനങ്ങളുടെ വലിയ പിന്തുണ നേടിയിട്ട് വിജയിച്ച് വരാൻ നോക്കും. അല്ലാതെ നാമനിർദ്ദേശ പത്രിക തള്ളിക്കാനൊക്കെ അത് കുറച്ച് കടന്ന കൈയല്ലേ, നടക്കുന്നതിനൊക്കെ പിന്നാലെ പോയാൽ പോരെ. ഏതായാലും ശബരിനാഥിന് ഇലക്ഷന് മുമ്പ് തന്നെ നല്ല 1.5 അടി BJPയുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ വക തന്നെ കിട്ടിയിരിക്കുന്നു. ഈ ശബരിനാഥിനൊക്കെ ഒരു വാല്യൊക്കെ ആളുകൾ കൊടുക്കുന്നുണ്ടായിരുന്നു. ഈ ജാതി ഞഞ്ഞാവിഞ്ഞയൊക്കെ ആയിട്ട് രംഗത്തെത്തിയതോട് കൂടിയിട്ട് ശബരിനാഥും കോൺഗ്രസ് കൂട്ടത്തിലെ മറ്റൊരു ആ നിലവാരത്തിലുള്ള കോൺഗ്രസ് നേതാവ് എന്നുള്ളതും സകല മലയാളികളും ഇതിലൂടെ തന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്നു.